ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ. ഭാഗവതം പറയുന്നത് ചരങ്ങളെ മാത്രമല്ല, ചരാചരങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണമെന്നാണ്. ആ നിലയിലാണെങ്കിൽ ചരങ്ങളെക്കാൾ കൂടുതൽ ആയിരക്കണക്കിന് കസേരകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കസേരകൾക്കും എൻ്റെ അകമഴിഞ്ഞ കൂപ്പുകൈ. ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഇവിടുത്തെ മാന്യ ശ്രോതാക്കളും കസേരകളും ഇത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന വിഷയം സനൽകുമാര ഉപദേശവും രുദ്രഗീതവുമാണ്. 4-ാം സ്കന്ധത്തിൽ 21, 22, 23, 24 4 അധ്യായങ്ങളിലായിട്ട് 232 ശ്ലോകങ്ങളിലായിട്ടാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. 232 ശ്ലോകം. അതിൽ 21-ാമത്തെ ശ്ലോകത്തിൽ അധ്യായത്തിൽ 51 ശ്ലോകവും, 22-ൽ 63 ശ്ലോകവും, 23-ൽ 39 ശ്ലോകവും, 24-ൽ 79 ശ്ലോകവും. അങ്ങനെ 232 ശ്ലോകങ്ങളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 232 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അതിൻ്റെ വാച്യാർത്ഥം മാത്രം പറയണമെങ്കിൽ 232 മിനിറ്റ് വേണം, എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ വേണം. പിന്നെ ഇതിൻ്റെ അന്തരാർത്ഥങ്ങളൊക്കെ വിശദീകരിക്കണമെന്ന് വരികിൽ 5-6 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഭാഗവത സത്രത്തിനെ സംബന്ധിച്ചിടത്തോളം സമയപരിമിതി ഉണ്ട്. കാരണം ഭാഗവതത്തിലെ പ്രധാന വിഷയങ്ങളൊക്കെ തന്നെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആ ഒരു പരിമിതി അനിവാര്യമാണ്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ചത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ശ്ലോകങ്ങളുടെ എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽപ്പെട്ടിടത്തോളമുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 21-ാമത്തെ അധ്യായം, അതിൻ്റെ മുൻ അധ്യായങ്ങളിൽ വിവരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കേട്ട് കാണും. പൃഥു ചക്രവർത്തിക്ക് ഭഗവാൻ വാസുദേവൻ നൽകിയ ദിവ്യമായ അനുഗ്രഹം, അതിനെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പുള്ള പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾ കേട്ട് കാണും. ഭഗവത് ദർശനത്തെക്കുറിച്ചൊക്കെ അതിൽ വിവരിച്ചിട്ടുണ്ട്. ഭഗവത് ദർശനം പൃഥു ചക്രവർത്തിക്ക് കൊടുത്തതിന് ശേഷം ഭഗവാൻ വാസുദേവൻ അപ്രത്യക്ഷനായി. ഭഗവാൻ അപ്രത്യക്ഷനായതിനു ശേഷം ആ ചക്രവർത്തി രാജധാനിയിലേക്ക് പുറപ്പെട്ടു. ചക്രവർത്തി രാജധാനിയിലേക്ക് പുറപ്പെട്ടു. ആ പുറപ്പെട്ട വഴിയിൽ ആ രാജധാനിയിൽ ഉണ്ടായിരുന്ന പ്രജകൾ അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിച്ചു എന്ന് നിരവധി ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട്. അതൊന്നും പറയാനുള്ള സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ ഇവിടെ ഇപ്പം പറയുന്നില്ല. തോരണങ്ങൾ കൊണ്ട്, പൂമാലകൾ കൊണ്ട്, വാദ്യഘോഷങ്ങൾ കൊണ്ട്, ഭദ്രദീപങ്ങൾ കൊണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടൊക്കെ ആ പട്ടണം അലങ്കൃതമാക്കിയാണ് ആ പ്രജകൾ പൃഥു ചക്രവർത്തിയെ സ്വീകരിച്ചത്. പൃഥു ചക്രവർത്തിയാകട്ടെ ആ പ്രജകൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി. ധർമാനുസരണ ജീവിതം നയിക്കുന്നതിനുള്ള ഉപാധികൾ ചക്രവർത്തി ഈ പ്രജകൾക്ക് വേണ്ടി നൽകി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, യാഗാദികളും
അവയ്ക്കാവശ്യമായ ദ്രവ്യങ്ങളും എല്ലാം ഭഗവാൻ തന്നെയാണ്. യാഗാദികൾ മാത്രമല്ല, യാഗാദികൾക്ക് വേണ്ടി വരുന്ന എല്ലാ ദ്രവ്യങ്ങളും ഭഗവാൻ തന്നെയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഭഗവാനോട് ബന്ധമുള്ള അല്ലെങ്കിൽ ഭഗവത് ഭജനത്തെ ഉപദേശിക്കുന്ന ബ്രാഹ്മണരിലും ഭക്തന്മാരിലും ഉത്തമ ഭക്തന്മാരിലും പ്രത്യേക ഭക്തി ഉണ്ടാകണമെന്ന് അദ്ദേഹം പ്രജകളോട് ഉപദേശിക്കുന്നു. ഭക്തന്മാരോട് പ്രത്യേക ഭക്തി വേണം എന്നാണ് ഉപദേശം. പ്രജകളൊക്കെ ഈ പൃഥു ചക്രവർത്തിയുടെ ഉപദേശങ്ങളൊക്കെ നല്ല രീതിയിൽ ഗ്രഹിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, പൃഥു ചക്രവർത്തി പ്രജകളോട് പറഞ്ഞു, അഹം ദണ്ഡധരോ രാജ പ്രജാനാമിഹ യോജിത രക്ഷിതാ വൃത്തിതസ്വേഷു സേതുഷു സ്ഥാപിത പൃഥക്. മുനിമാർ നിശ്ചയിച്ച പ്രകാരം ഞാനിപ്പോൾ പ്രജകളുടെ രാജാവാണ്. ഏത് രീതിയിലുള്ള രാജാവാണെന്നാണ് പറയുന്നത്? ശിക്ഷാധികാരിയുമാണ്, രക്ഷാധികാരിയുമാണ്. ഞാൻ പ്രജകളെ സംബന്ധിച്ച് ശിക്ഷാധികാരിയുമാണ്, രക്ഷാധികാരിയുമാണ്. ഇത് മാത്രമല്ല, ഈ പ്രജകൾക്ക് വേണ്ട ഉപജീവന സാമഗ്രികൾ നൽകുവാനും എനിക്ക് അധികാരമുണ്ട്. ധർമാനുസൃത ജീവിതം ഉറപ്പാക്കാനും ഞാൻ അധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ അധികാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രജകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, യേ ഉദ്ധരേ കരം രാജ പ്രജാധർമ്മേഷ ശിക്ഷയൻ പ്രജാനം ശമലം ഭുങ്ക്തേ ഭഗംജ സംജഹാദിസഹ. എന്താണ്? പ്രജകൾക്ക് ധർമാനുസരണ ജീവിതത്തിലുള്ള മാർഗം നൽകാതെ, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മുടെ ഭരണകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രജകൾക്ക് ധർമാനുസരണ ജീവിതത്തിനുള്ള മാർഗം നൽകാതെ അവരിൽ നിന്ന് കരം മാത്രം പിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭരണമല്ല. അത് ഭരണമല്ല. പ്രജകൾക്ക് ധർമാനുസരണമായൊരു ജീവിതം നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു ഭരണാധികാരി, ചക്രവർത്തി ഒരുക്കണം. ഒരുക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതുകൂടെ പറയുന്നുണ്ട്. പ്രജാനം ശമലം ഭുങ്ക്തേ ഭഗം ച സംജഹാദിസ എന്ന് പറഞ്ഞാൽ ഈ ധർമാനുസരണ ജീവിതം നയിക്കാനുള്ള ഒരു വഴി, മാർഗം ഒരുക്കി കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രജകൾ അധാർമിക ജീവിതം നയിക്കും. അധാർമിക ജീവിതം നയിച്ചു വരുമ്പോൾ അതിന് അവർ പാപഫലം അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ചക്രവർത്തി പറയുന്നു, പൃഥു പറയുന്നു, ആ പാപഫലം അവരല്ല അനുഭവിക്കേണ്ടി വരിക, ഞാനാണ് അനുഭവിക്കേണ്ടി വരിക. എന്താ കാര്യം? അവർക്ക് ധാർമ്മിക ജീവിതം നയിക്കാനുള്ള മാർഗം ചക്രവർത്തി ഒരുക്കി കൊടുത്തില്ല. അത് ചക്രവർത്തിയുടെ ഒരു അധികാര പരിധിയിൽപ്പെട്ടതാണ്. അത് ചെയ്യാത്തിടത്തോളം കാലം ഈ പ്രജകൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന സർവ്വ പാപങ്ങളും ഈ ചക്രവർത്തി അനുഭവിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, ചക്രവർത്തി അനുഭവിക്കേണ്ടി വരുന്ന ഐശ്വര്യാദികളും നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പൃഥു ചക്രവർത്തി പ്രജകളോട് പറയുന്നു. ഇത്തരം ഉപദേശങ്ങളൊക്കെ കേട്ട പ്രജകൾ ഇപ്രകാരം രാജാവിനെ സ്തുതിച്ചു. അത് കഴിഞ്ഞ് പ്രജകൾ പറയുകയാണ്, നാപ്യത്ഭുതമിതം നാഥ തവ ദിവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതി കരുണാത്മനാം. ഹേ നാഥ, അത്ഭുതങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സാരോപദേശങ്ങൾ അത്ഭുതകരമൊന്നുമല്ല. കാരുണ്യം നിറഞ്ഞ ഹൃദയത്തോടെ ആത്മാവോടെ ജീവിക്കുന്ന അങ്ങയെപ്പോലുള്ള മഹത്തുക്കൾ, പ്രജകളിലുള്ള അനുരാഗം അവർക്ക് സ്വാഭാവികമാണ്, ജന്മസിദ്ധമാണ്. അവിടുത്തെ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് വെളിച്ചമേകിയിരിക്കുന്നു. അതാണ് പ്രജകൾ പറഞ്ഞ പ്രധാന കാര്യം. അങ്ങയുടെ ഉപദേശം ഞങ്ങൾക്ക് വെളിച്ചമേകിയിരിക്കുന്നു. പ്രജകൾ ചക്രവർത്തിയെ സ്തുതിച്ചുകൊണ്ടിരുന്ന വേളയിൽ സനകാദി മഹർഷിമാർ അവിടെ എത്തി. ആ സമയത്താണ് സനകാദി മഹർഷിമാർ എത്തുന്നത്. അടുത്ത 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തത്പാദശൗലസലിലേർമാർജിതാളകബന്ധന തത്ര ശീലപദാമൃത്തം ആചരൻ മാനയന്നിവ. തത്പാദശൗചസലിലേർമാർജിതാളകബന്ധന തത്ര ശീലപദാമൃത്തം ആചരൻ മാനയന്നിവ. സനകാദികളെ എങ്ങനെയാണ് ഈ പ്രജകൾ സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. സനകാദികളെ പാദപ്രക്ഷാളനം ചെയ്തിട്ട് പാദതീർത്ഥങ്ങളെ ശിരസിൽ ധരിച്ച് രാജാവ് അവരെ സ്വീകരിച്ചു. പൃഥു ചക്രവർത്തി എങ്ങനെയാണ് സ്വീകരിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. സനകാദികളെ
പാദപ്രക്ഷാളനം ചെയ്തിട്ട് ആ തീർത്ഥം ശിരസിൽ തളിച്ചുകൊണ്ടാണ് അവരെ സ്വീകരിച്ചത്. അടുത്ത ഒരു 10 ശ്ലോകങ്ങളിലൂടെ പൃഥു ചക്രവർത്തി സനകാദികളെ സ്തുതിക്കുന്നത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ ഇപ്പോൾ വായിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല, കാരണം അതിലൊക്കെ സമയം ധാരാളം വേണ്ടിവരും. സനകാദികളോട് പൃഥു ചക്രവർത്തി ഉപദേശം അതാണല്ലോ ഇത് വിഷയമായി വന്നിരിക്കുന്നത്. അതാണ്. അപ്പം ആദ്യം പൃഥു ചക്രവർത്തി ആ സനകാദികളെ സ്വാഗതം ചെയ്യുകയാണ്. എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത്? സ്വാഗതം ബോധജ ശ്രേഷ്ഠ യത് ബിർദാനി വിമുക്ഷവ ചരന്തി ശ്രദ്ധയാ ധീര ബാല ഏവ ബൃഹന്തി ച. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ബാല്യം മുതൽക്ക് തന്നെ ഇന്ദ്രിയങ്ങളെ ജയിച്ചുവരും മോക്ഷേക്ഷമുള്ളവരുമായി ജീവിച്ചു വരുന്ന നിങ്ങളുടെ വരവ് മംഗളകരം തന്നെ, നിങ്ങളുടെ വരവ് മംഗളകരം തന്നെ. എന്നിട്ട് പൃഥു ചക്രവർത്തി സനകാദികളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഉപദേശങ്ങൾ വരുന്നത്. ചോദ്യം ഇതാണ്: ഈ ദുഃഖ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിൽ ക്ഷേമം എന്തുകൊണ്ട് അനായാസമായി ലഭ്യമാകുന്നു? മോക്ഷമല്ല പറയുന്നത്, ക്ഷേമം. ഭൗതിക ജീവിതത്തിൽ ക്ഷേമം അനായാസമായി എല്ലാവർക്കും ലഭ്യമാകുന്നല്ലോ. ഇതെങ്ങനെ ലഭ്യമാകുന്നു? ദുഃഖിതരുടെ സുഹൃത്തുക്കളായ നിങ്ങളോട്, പ്രത്യേകിച്ച് അതായത് സനകാദികളോട് ആദരപൂർവ്വം ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നു എന്ന് പറയും. സനൽകുമാരൻ ഇതിന് മറുപടി എന്ന നിലയിൽ 18 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങൾ, 23 ശ്ലോകങ്ങളിലൂടെ ഈ സനകാദി ഉപദേശം പറയുകയാണ്. അതിൽ 21-ാമത്തെ ശ്ലോകം: ശാസ്ത്രേഷ്യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസദൃക് വിമിശേഷു ഹേതു അസംഗ ആത്മവ്യതിരക്തി ആത്മനി ദൃഢാരിതിർബ്രഹ്മണി നിർഗുണേശയാ. ശാസ്ത്രേക്ഷ്യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദൃക് വിമിശേഷു ഹേതു അസംഗ ആത്മവ്യതിരിക്താത്മനി ദൃഢാരിതിർബ്രഹ്മണി നിർഗുണേശയാ. സംസാര സാഗരത്തിൽ നിന്നും മുക്തി നേടാനുള്ള മാർഗങ്ങളിൽ 2 നിബന്ധനകളാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. 2 നിബന്ധനകളാണ് പറയുന്നത്. ഒന്നാമത്തെ നിബന്ധന നമുക്കെല്ലാവർക്കും ബാധകമാണിത്. ഒന്നാമത്തെ നിബന്ധന ആത്മാവൊഴികെയുള്ള വിഷയങ്ങളിൽ സംഘം പുലർത്താതിരിക്കുക. അതായത് അനാത്മ വിഷയങ്ങളിൽ സംഘം പുലർത്താതിരിക്കുക. 2, പ്രാകൃത ഗുണങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആത്മാവിൽ രതി ഉണ്ടായിരിക്കുക. അപ്പൊ അനാത്മാവിൽ രതി ഉണ്ടാകാതിരിക്കുക, ആത്മാവിൽ രതി ഉണ്ടാകുക. ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ ഈ ആത്മാവിൽ രതി? ആത്മാവിൽ രതി നമ്മൾ കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും. വിരക്തി, വൈരാഗ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ വിരക്തി, വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം? വിരക്തി, വൈരാഗ്യം എന്നൊക്കെ പറയുന്നതിന് സാധാരണ അർത്ഥം പറയുന്ന വെറുപ്പെന്നാണ്. എന്നാൽ അത് മാത്രമല്ല അർത്ഥം. വിരക്തി എന്ന് പറഞ്ഞാൽ വിശേഷേണയുള്ള രതി എന്നൊരർത്ഥമുണ്ട്. ഭഗവാനോട് മാത്രം ഉള്ള രതി, അത് വിരക്തിയാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിശേഷേണയുള്ള രാഗം, ഭഗവാനോട് മാത്രമുള്ള അറ്റാച്ച്മെന്റ്, രാഗം, അതിനും വൈരാഗ്യം എന്ന് പറയും. പക്ഷെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന വൈരാഗ്യം എന്ന് പറയുന്നത് എല്ലാവരോടുമുള്ള വെറുപ്പാണ്. അങ്ങനെ മാത്രമല്ല അർത്ഥം. വൈരാഗ്യത്തിനും വിരക്തിക്കും ഇങ്ങനെയും അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആത്മരതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർ ബ്രഹ്മണി, അതുമായിട്ട് ആത്മാവുമായിട്ട് രതി വേണം എന്ന് പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോ ഉപാസനായ നിത്യം പുണ്യശ്രവ കഥയാ പുണ്യയാ ച. ശ്രദ്ധ 6 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമുക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. എല്ലാം അതാണല്ലോ ഭാഗവത്തെ സംബന്ധിച്ച്. യഥാർത്ഥത്തിൽ സാധാരണ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണല്ലോ. 6 കാര്യങ്ങൾ: ശ്രദ്ധ, ധർമാചരണം, ജിജ്ഞാസ, ആധ്യാത്മിക യോഗനിഷ്ഠ, ഉപാസന, ഭഗവത് കഥാശ്രവണം. 6 ശ്രദ്ധ. എന്താ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ? വളരെ അറ്റൻഷനോടുകൂടി കേട്ടോണ്ടിരിക്കുക എന്നാണോ? അല്ല. ഭഗവത്ഗീത പറയുന്നുണ്ട്. എന്താണ്?
ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. എന്തുവാ ശ്രദ്ധ? ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രതത്വങ്ങളിലും ഗുരുവാക്യങ്ങളിലുമുള്ള വിശ്വാസം. അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അല്ലാതെ ശ്രദ്ധയോടെ കേൾക്കുക എന്ന അർത്ഥമല്ല. ശ്രദ്ധ ശാസ്ത്രവാക്യങ്ങളിലും ഗുരുവാക്യങ്ങളിലുമുള്ള പരിപൂർണമായ വിശ്വാസം, അതാണ് ശ്രദ്ധ. അത് വേണം. 6 കാര്യങ്ങൾ. ധർമാചരണം, അത് നമുക്കറിയാം. ധാർമ്മികമായ ജീവിതം നയിക്കുക, ആചരിക്കുക. 3 ജിജ്ഞാസ. ജിജ്ഞാസ എന്ന് വെച്ചാൽ ത്വര, ആത്മതത്വത്തോടുള്ള ആ ത്വര, അത് അന്വേഷിക്കണമെന്നുള്ള ത്വര. 4 ആധ്യാത്മിക യോഗനിഷ്ഠ, സാധനാനുഷ്ഠാനങ്ങൾ. 5 ഉപാസന. എന്തുവാ ഉപാസന എന്ന് പറഞ്ഞാൽ? സാധനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നാമജപം, ധ്യാനം, സ്വാധ്യായം, ക്ഷേത്രദർശനം ഒക്കെ സാധനാനുഷ്ഠാനങ്ങളിൽ വരുന്നുണ്ട്. എന്താ ഈ ഉപാസന എന്ന് പറഞ്ഞാൽ? എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ യശശ്ശേരിയായ പറക്കോട് നമ്പ്യാതിരി സാറ് ഉപാസനയെക്കുറിച്ചൊരു നല്ല വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഉപാസന എന്ന് പറയുന്നത് 4 ഊ ആണ്. 4 ഊ ആണ് ഉപാസന എന്ന് പറയുന്നത്. എന്താ 4 ഊ? ഉപാധിയെ ഉന്മൂലനം ചെയ്യാനുള്ള ഉപായമാണ് ഉപാസന. ഇതാണ് 4 ഊ. ഉപാധിയെ ഉന്മൂലനം ചെയ്യാനുള്ള ഉപാധിയാണ് ഉപാസന. എന്താ ഈ ഉപാധി എന്ന് പറയുന്നത്? ഇനി വരുന്ന ശ്ലോകത്തിലൊക്കെ അത് പഠിക്കാൻ പറ്റും നമുക്ക്. ഉപാധി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ കൂടസ്ഥ ചൈതന്യം. ആ ചൈതന്യം അന്ധക്കരണത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ആ പ്രതിബിംബിത ചൈതന്യത്തിൻ്റെ പേരാണ് ജീവൻ. നമ്മുടെ ജീവനുണ്ടല്ലോ, വെറും പ്രതിബിംബമാണ്. ഈ പ്രതിബിംബവും ബിംബവും ഒന്നാകണം എന്നാണല്ലോ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഭാഗവതം കൊണ്ട് തന്നെ. അത് ഒന്നാകണമെങ്കിൽ ഈ അന്ധക്കരണം ഇല്ലാതാകണം. അന്ധക്കരണം ഉപാധിയാണ്. ആ ഉപാധി ഇല്ലാതാകണം. അതാണ് ഉപാധിയെ ഉന്മൂലനം ചെയ്യാനുള്ള ഉപായമാണ് ഉപാസന. ഉപാസന എന്ന് പറയുമ്പോൾ സാധനയിൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന നിലയിലുള്ള സാധനാനുഷ്ഠാനത്തിനെന്ന് പറയുമ്പോൾ ഇന്ന സമയം വന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഇന്ന ഇഷ്ടദേവതയെക്കുറിച്ച് പ്രാർത്ഥിക്കണം, ഇത്ര സമയം പ്രാർത്ഥിക്കണം, ഇന്നത് വേണം എന്നൊക്കെ ചില നിഷ്ഠകളുണ്ട്. ഉപാസനയ്ക്ക് അതില്ല. സദാസമയവും ഭഗവത് ചിന്തയോടുകൂടി ജീവിക്കുന്ന മഹൽ വ്യക്തികളാണ് ഉപാസകന്മാർ. അത് വേണം. പിന്നെ 5 ഭഗവത് കഥാശ്രവണം. അതെ, 6 ഭഗവത് കഥാശ്രവണം. അത് നമുക്കൊക്കെ അറിയാം എന്താണ്. ഈ 6 കാര്യങ്ങളാണ് ആദ്യമായി പറയുന്നത്, സംസാര സാഗരത്തിൽ നിന്ന് മുക്തമാകുന്നത്. ഇനി ഒരു 6 കാര്യം അടുത്തത് പറയുന്നുണ്ട്. അത് 24 ശ്ലോകത്തിലാണ്. അഹിംസയാ പാരമഹംസചര്യയാ സ്മൃത്യാമുകുന്ദാചരിതാഗ്രസീധുന യമേര കാമേർ നിയമേ ചാപ്യനിന്ദയാ നിരീഹയ ദ്വന്ദ്വതിദിക്ഷയാജ. അങ്ങനെ 6 കാര്യങ്ങൾ പറയുന്നു. ഹിംസ ഉപേക്ഷിക്കൽ. അഹിംസയാന്ന് പറഞ്ഞാൽ ഹിംസ ഉപേക്ഷിക്കൽ. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പാരമഹംസ സമ്പ്രദായ ജീവിതചര്യ. എന്താണ് പാരമഹംസ സമ്പ്രദായ? പാരമഹംസ സമ്പ്രദായ ജീവിതചര്യ നമുക്ക് മാത്രം, മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് വിവേചന ശക്തി, വിവേകം. നമുക്ക് ജഡവും ചൈതന്യവും തിരിച്ചറിയാൻ പറ്റും. ഒരു ശവശരീരവും അല്ലാതെ ഉള്ള ജീവൻ ഉള്ള ശരീരവും തിരിച്ചറിയാൻ നമുക്ക് പറ്റും. ജഡവും ചൈതന്യവും തിരിച്ചറിയാനുള്ള ശക്തി, വിവേചന ശക്തി നമുക്കുണ്ട്. സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള വിവേചന ശക്തിയുണ്ട്. ശാന്തിയും അശാന്തിയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തിയുണ്ട്. സ്ഥൂലവും സൂക്ഷ്മവും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ പ്രയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഇതിനുള്ള വിവേചന ശക്തി ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്ഥൂലവും സൂക്ഷ്മവും തിരിച്ചറിയുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. അരിയും പയറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. തിരിച്ചറിയണമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒന്ന് വെള്ളയും അല്ലെങ്കിൽ ചുവപ്പ്, ഒന്ന് പച്ച. കളർ വ്യത്യാസമുള്ളതുകൊണ്ട് എളുപ്പം തിരിച്ചറിയാം. എന്നാലോ 2 ധാന്യപ്പൊടികൾ, അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക, തിരിച്ചറിയാൻ അരിപ്പൊന്നുമില്ല. നമുക്കെങ്ങനെ തിരിച്ചറിയാം? തിരിച്ചാക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതിനേക്കാൾ കഷ്ടമാണ് ദ്രവരൂപത്തിലുള്ളത്.
അതിന് മറ്റൊരു ഉദാഹരണം പറയാം. പാലും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് അത് തിരിച്ചാക്കാൻ പറ്റുമോ? നമുക്ക് തിളപ്പിക്കത്തില്ല, ഒന്നും ചെയ്യുന്നില്ല. ആ പാലും വെള്ളവും നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച് നമുക്ക് തിരിക്കാൻ പറ്റുമോ? സാധ്യമല്ല. എന്നാൽ ഇത് തിരിച്ചറിയുന്ന ഒരു പക്ഷിയുണ്ട്, ഹംസം. ഹംസത്തിനിത് തിരിച്ച് പാലും വെള്ളവും ഇത് തിരിക്കും. അതുകൊണ്ടാണ് പാരമഹംസർ എന്ന് പറയുന്നത്. ആരാ പാരമഹംസർ? സ്ഥൂലവും സൂക്ഷ്മവും തിരിച്ചറിയാൻ ശക്തിയുള്ളവരാണ് പാരമഹംസന്മാർ. ആ പാരമഹംസന്മാരാകണം നമ്മളെന്നാണ് പറയുന്നത്. അപ്പോൾ ഹിംസ ഉപേക്ഷിക്കണം, പാരമഹംസ സമ്പ്രദായ ജീവിതചര്യ വേണം, മൂന്നാമത് ഭഗവത് സ്മൃതി വേണം. അത് നമുക്ക് നിസ്സാരമായി സാധിക്കും. എപ്പോഴും ഭഗവത് സ്മൃതി ഉണ്ടായിരിക്കുക. യമനിയമങ്ങൾ പാലിക്കണം, അത് നമുക്ക് ചെയ്യാൻ പറ്റും. കാമങ്ങളെ ഉപേക്ഷിക്കണം, അതും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കും. ദ്വന്ദ്ങ്ങളെ സഹിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദ്വന്ദ്ങ്ങളെ സഹിക്കുക, സുഖദുഃഖങ്ങൾ, പരാജയങ്ങൾ, ഇതൊക്കെ നമ്മൾ സഹിക്കണം എന്നാണ് പറയുന്നത്. അത് എന്താ അതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് സഹിക്കുന്നത്? ഭഗവത്ഗീതയിലെ മറ്റൊരു ശ്ലോകം, സുഖദുഃഖേ സമേകൃത്വ ലാഭാലാഭൗ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്യ നൈവം പാപമവാപ്സ്യസി. ഈ പ്രസിദ്ധമായ ശ്ലോകം ഉണ്ടല്ലോ, അതിനെ സുഖദുഃഖേ സമേകൃത്വ ലാഭ അലാഭൗ ജയ അജയവും, ജയവും പരാജയവും, സുഖവും ദുഃഖവും, ഇതെല്ലാം സമയകൃത്വ സമമായി കാണണമെന്നാണ് അർത്ഥം പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല അർത്ഥം. സുഖദുഃഖേ ലാഭാലാഭവും, ലാഭവും നഷ്ടവും, ജയ അജയവും, ജയവും പരാജയവും ഒക്കെ സമയകൃത്വ. സ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, ബ്രഹ്മത്തിലർപ്പിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇതും ഭഗവത്ഗീതയിലുള്ളതാണ്. നമ്മൾ ആഹാരം കഴിക്കാൻ നേരത്ത് ഒരു ശ്ലോകം ഒരുവിടാൻ പറയുന്നുണ്ട് ഭഗവത്ഗീത. എന്താ പറയുന്നത്? ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവേ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മേവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. എന്താ അർത്ഥം? ബ്രഹ്മാർപ്പണം, തിരിച്ചു പറയണം, അർപ്പണം ബ്രഹ്മ. ഞാൻ അർപ്പിക്കുന്നത് ബ്രഹ്മമാണ്. ഞാൻ ഒരു പ്ലേറ്റിനകത്ത് ആഹാരം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇപ്പം പുട്ടും കടലയും വെച്ചിരിക്കുക, ഇങ്ങനെ, അല്ലെങ്കിൽ ചോറ് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി വെച്ചിരിക്കുക, അല്ലെങ്കിൽ റൊട്ടി, എന്തോ ആവട്ടെ, അത് ഞാൻ അവിടെ എനിക്ക് കഴിക്കാൻ പാകത്തിന് ഉരുട്ടി എടുത്ത് പതുക്കെ പൊക്കി കൊണ്ടുവന്ന് ഇവിടം വരെ കൊണ്ടുവന്ന് അകത്തോട്ട്. ഈ പ്രോസസ്സിൻ്റെ പേരാണ് ബ്രഹ്മാർപ്പണം. ഈ പ്രോസസ്സ് ഇങ്ങനെ തട്ടിന്നെടുത്ത് ചുണ്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പേര് ബ്രഹ്മാർപ്പണം. ബ്രഹ്മഹവി, ഹവിസ്, എൻ്റെ കയ്യിലുള്ള ഉരുളയുണ്ടല്ലോ, അതിൻ്റെ പേര് ബ്രഹ്മം എന്നാണ്. ബ്രഹ്മഹവി. ബ്രഹ്മ അഗ്നവും, ഞാൻ എങ്ങോട്ടാണ് ഇടുന്നത്? ജഡരാഗ്നി. ബ്രഹ്മ അഗ്നവും, അതും ബ്രഹ്മമാണ്, ജഡരാഗ്നി. ഈ ജഡരാഗ്നി ഇല്ലെങ്കിൽ വല്ലതും ദഹിക്കുമോ കഴിക്കുന്ന ആഹാരം? അപ്പം അത് ബ്രഹ്മാഗ്നവും. ബ്രഹ്മണാഹുതം, ബ്രാഹ്മണ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മണാഹുതം. ഇത് ആഹൂതി ചെയ്യുന്നവൻ ആരാ? ഞാനും ബ്രഹ്മമാണ്. ബ്രഹ്മണാഹുതം ബ്രഹ്മേവ തേന ഗന്ധവ്യം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രഹ്മത്തെ പ്രാപിക്കണം. ബ്രഹ്മേവ തേവ ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മത്തിലെത്തിച്ചേരാനുള്ള കർമ്മം, സമാധിന, അതിന് കോൺസെൻട്രേഷൻ വേണം. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അതാണ് ഇവിടെ എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്ന അവസരത്തിൽ ദ്വന്ദ്വതിദിക്ഷയ, ഈ ദ്വന്ദ്ങ്ങൾ ഭഗവാനിൽ ബ്രഹ്മത്തിൽ അർപ്പിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം 29. നിമിത്തേത് സർവത്ര ജലാദാമപി പൂരുഷ ആത്മനച്ച പരസ്യാപി ഭിതാം പശ്യതിനാന്യത. ജലം, കണ്ണാടി മുതലായ വസ്തുക്കൾ, രണ്ട് വസ്തുക്കൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ രണ്ടിലും എന്ത് കാണിച്ചാലും പ്രതിബിംബം ഉണ്ടാവും. ജലവും കണ്ണാടിയും, ഈ രണ്ട് കാര്യങ്ങൾക്ക്. അന്ധക്കരണം അതുപോലെയാണ്. നമ്മുടെ കൂടത്തെ ചെയ്ത അന്ധക്കരണത്തിൽ ഇങ്ങനെ നിന്നാൽ അന്ധക്കരണത്തിൽ പ്രതിഫലനം ഉണ്ടാകും. ആ പ്രതിഫലനത്തിൻ്റെ പേരാണ് ജീവൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജലം അല്ലെങ്കിൽ കണ്ണാടി എന്ന് പറഞ്ഞ ഉപാധി ഇല്ലാതാകണം. ഭഗവാൻ സത്യസായി ബാബ പറഞ്ഞിട്ടുള്ള രസകരമായൊരു സംഭവമാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ പറഞ്ഞു, സ്വാമി ഒരിക്കൽ പറഞ്ഞു,
3 - 1 = 1. എന്താ സ്വാമി പറയുന്നത്? 3 - 1 എന്ന് പറഞ്ഞാൽ 1 ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള 2 എന്നാണെന്നോ? അപ്പൊ സ്വാമി പറഞ്ഞു, ഞാൻ അർത്ഥം പറഞ്ഞു തരാം. 3 - 1 എന്ന് പറഞ്ഞാൽ 1 അർത്ഥം. അങ്ങനെ അർത്ഥമുണ്ട്. അതെന്താ സ്വാമി അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മുമ്പിൽ മുഖം നോക്കുന്ന എന്നോളം പൊക്കമുള്ള വലിയൊരു കണ്ണാടി വെച്ചിരിക്കുക. വലിയൊരു കണ്ണാടി. ഞാൻ ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിങ്ങനെ തൊഴുതപ്പോൾ ഞാൻ തൊഴുന്നതായൊരു പ്രതിബിംബവും കണ്ണാടിയിലൂടെ എനിക്ക് കാണാം. ഞാൻ ആ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ തല ചീവി. നീങ്ങിപ്പോൾ ഞാൻ തല ചീവുന്നതായിട്ടൊരു പ്രതിബിംബം ആ കണ്ണാടിയിലൂടെ കാണാം. ഞാനൊരു കമ്പം പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. കമ്പം പിടിച്ചോണ്ട് നിന്നപ്പോൾ കണ്ണാടിയിലൂടെ ഞാൻ കമ്പ് പിടിച്ചോണ്ട് നിന്ന പ്രതിബിംബം കാണാം. അപ്പം ഞാനൊരു കാര്യം ചെയ്തു. ഈ കമ്പ് കൊണ്ട് കണ്ണാടിക്ക് ഒരൊറ്റ തട്ട് കൊടുത്തു. കണ്ണാടി പൊട്ടിച്ചെറിയ താഴെ വീണു. -1. കണ്ണാടി അങ്ങ് പോയി. പിന്നെന്താ ഉള്ളത്? 3 - 1. 3 ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, കണ്ണാടി ഉണ്ടായിരുന്നു, പ്രതിബിംബം ഉണ്ടായിരുന്നു. കണ്ണാടി പൊട്ടിപ്പോയി. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ 3 - 1 എത്ര? 1 ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഉപാധി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞ ജീവനല്ല അവിടെ ഉള്ളത്. പിന്നെ ഉള്ളത് ബ്രഹ്മം മാത്രമാണ്, ആത്മചൈതന്യം മാത്രമാണ്. ആ ചൈതന്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതാണ് ഇവിടെ പറഞ്ഞത് 3 - 1. അതാണ് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഉപാധിയെ ഉന്മൂലനം ചെയ്യാനുള്ള ഉപായമാണ് ഉപാസന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഈ 3 - 1 = 1 എന്ന് സ്വാമി പറഞ്ഞത്. ആ കാരണം ഞാനുണ്ട്, കണ്ണാടിയുണ്ട്, പ്രതിബിംബമുണ്ട്. കണ്ണാടി പൊട്ടി, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് അത്. അങ്ങനെ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം അടുത്ത 40ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണോ മഹാനിഹപവാർണമപ്ലവേശം ഷഡ്വർക്കനക്ര സുഖേന തിദീരിഷന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമഘ്രിം കൃത്തോടുപം വ്യസനം ഉത്തര ദുസ്തരാർണം. കാമക്രോധ ലോഭങ്ങളൊക്കെ ഉള്ള സംസാര സാഗരത്തെ ഭക്തി കൂടാതെ യാതൊരുവൻ കടക്കുവാൻ ശ്രമിക്കുന്നു, അത് പ്രയാസമേറിയതാണ്. ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഈ മാതിരി കാര്യങ്ങളിൽ അതിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു 2 കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇതിലൂടെ കൃഷ്ണേ മഹാനിഹ. അതെങ്ങനെ പദം പിരിക്കുന്നത്? ഇഹ മഹാൻ കൃച്ഛ. കൃച്ഛേ മഹാനിഹ. ഇഹ എന്ന് പറഞ്ഞാൽ ഈ മാർഗത്തിൽ, മഹാൻ എന്ന് പറഞ്ഞാൽ അധികമാണ്, കൃച്ഛ എന്ന് വെച്ചാൽ പ്രയാസം അധികമാണ് എന്നർത്ഥം. തിദീരിഷന്തി, യാതൊരുവൻ കടക്കുവാൻ ശ്രമിക്കുന്നു, അത് ബുദ്ധിമുട്ടാണ്. കൃത്വോടുപം, ഉടുപം കൃത്വ, കപ്പലായി സങ്കല്പിക്കണം. എന്തിന്? ഭഗവാന്റെ പാദങ്ങളെ കപ്പലായി സങ്കല്പിച്ച് നിങ്ങൾ ആ കപ്പൽ കയറി ഈ സംസാര സാഗരത്തിന് അപ്പുറം കടക്കണം. അതിൻ്റെ പേരാണ് ഭക്തി എന്നിവിടെ പറയുന്നുണ്ട്. സനൽകുമാരൻ ഇങ്ങനെ ആത്മതത്വം പൃഥു ചക്രവർത്തിക്ക് ഉപദേശിച്ചു. പൃഥു ചക്രവർത്തി ഉടൻ തന്നെ സനൽകുമാരനോടൊരു കാര്യം പറഞ്ഞു. വളരെ ഹൃദയസ്പർക്കായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, പ്രാണാധാര സുധാ ബ്രഹ്മൻ ഗൃഹാസ പരിച്ഛദ രാജ്യം ബലം മഹീകോശ ഇതി സർവം നിവേദിതം. അദ്ദേഹം സമർപ്പിക്കുകയാണ് എല്ലാം. എന്തൊക്കെയാണ് സമർപ്പിക്കുന്നത്? പ്രാണങ്ങൾ, ഭാര്യ, പുത്രന്മാർ, ഗൃഹങ്ങൾ, ഉപകരണങ്ങൾ, രാജ്യം, ഭൂമി, ഭണ്ഡാരം, ഇത്രയും കാര്യങ്ങൾ സർവ്വതും അവിടത്തേക്കായി ഞാൻ സമർപ്പിക്കുന്നു. ആത്മതത്വോപദേശം നൽകിയ ശേഷം ഏവരും നോക്കി നിൽക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കെ സനകാദികൾ ആകാശത്തിലേക്ക് മറഞ്ഞു. സനകാദികളുടെ അടുത്ത അധ്യായം വരുന്നത് 23ാം അധ്യായം. സനകാദികളുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പൃഥു ചക്രവർത്തി മോക്ഷം പ്രാപിച്ച വിഷയമാണ് ഇവിടെ പറഞ്ഞത്. വളരെ ഗംഭീരമായ രീതിയിലാണ് പൃഥു ചക്രവർത്തി മോക്ഷം പ്രാപിക്കുന്നത്. കേൾക്കേണ്ടതാണ് എങ്ങനെയാണ് അദ്ദേഹം മോക്ഷം പ്രാപിച്ചത്. അതിനുശേഷം അദ്ദേഹം തപസ്സിന് പോയി. എങ്ങനെ പോയെന്നറിയോ? ഭാര്യയും കൂട്ടിക്കൊണ്ടുപോയി. പുത്രന്മാരെ എല്ലാം രാജ്യമേൽപ്പിച്ചു. ഭാര്യയും കൂട്ടി തപോവനത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹം കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ സഹിച്ചു. മഴ വന്നു, വെള്ളം വന്നു, മഞ്ഞ് വന്നു, എല്ലാം അദ്ദേഹം സഹിച്ചു. ആഹാരമെല്ലാം കുറേശ്ശെ ഉപേക്ഷിച്ച് അവസാനം വായു മാത്രമാക്കി ഭക്ഷണം. അദ്ദേഹത്തിന് ഒരു പ്രയാസവും തോന്നിയില്ല. ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹം സഹിച്ചു. അദ്ദേഹത്തിന് ഉറക്കം വരുന്ന, വിശപ്പില്ല, ഒന്നുമില്ല.
എല്ലാം സഹിച്ചു. അങ്ങനെ ഇരുന്നു ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി പതുക്കെ യോഗനിഷ്ഠകളൊക്കെ ആരംഭിച്ചു. ശരീരം ത്യജിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ക്രമേണ അദ്ദേഹം ശരീരം ത്യജിച്ചു, മോക്ഷം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്യാഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ടാണല്ലോ പോകുന്നത്. ഭാര്യയുടെ പേര് അർച്ചിസ് എന്നാണ്. അർച്ചിസ് അടുത്തിരിപ്പുണ്ടായിരുന്നു. ശരീരം ചിതകൂട്ടി, ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ശരീരം ചിതകൂട്ടി ദഹിപ്പിച്ചിട്ട് ഇത്രയും ഭാരമുള്ള ശരീരത്തെ സ്വയം എടുത്ത് ആ ചിതയിൽ സമർപ്പിക്കുകയാണ്. ചിതയിൽ സമർപ്പിച്ച് ആ ചിത അടങ്ങുന്നതിന് മുമ്പ് സ്വന്തം ശരീരവും അതിൽ ലയിപ്പിച്ചു. അർച്ചിസ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ദേവഗന്ധർവന്മാർ ആകാശത്തു നിന്ന് അവരെ സ്തുതിച്ചു, വാദ്യങ്ങൾ മുഴക്കി എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഈ ആഖ്യാനം ശ്രവിച്ചാൽ എന്താണെന്നൊരു ഫലശ്രുതി ഇവിടെ പറയുന്നുണ്ട്. സനകാദികൾ ഉപദേശങ്ങൾ എന്താ പറയുന്നത്? അനുദിനം ആദരേണ ശൃണ്വൻ പൃഥുചരിതം പ്രഥയൻ വിമുക്ത സംഘ ഭഗവതി ഭവസിന്ധുപോദപാദേ സച നിപുണാം ലഭതേ രതിം മനുഷ്യ. അന്യവിഷയങ്ങളിൽ ആഗ്രഹം വയ്ക്കാതെ പൃഥുചരിതം കേൾക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ. നമ്മൾ കേൾക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക്, ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം അത് കേൾക്കുകയാണ്, ഞാനത് പറയുകയാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം ഒന്നാണ്. നമ്മളെല്ലാവരും എന്തിനെ പ്രാപിക്കും? ഭക്തിയെ പ്രാപിക്കും എന്നാണ് ഇതിന് ഒരു ഫലശ്രുതി പറയുന്നത്. ഇത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തത് രുദ്രഗീതമാണ്. സനകാദികൾ സ്തുതി ഇവിടെ കഴിയുകയാണ്. അടുത്ത രുദ്രഗീതം. രുദ്രഗീതത്തിന് വളരെ പ്രത്യേകതയുണ്ട്. രുദ്രഗീതത്തിന് യോഗാദേശം എന്നൊരു പേരും കൂടെ രുദ്രഭഗവാൻ നൽകിയിട്ടുണ്ട്. എന്താണ് രുദ്രം? രുദ്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരുപാട് അർത്ഥമുണ്ട്. രുദ്രം എന്നുള്ള വാക്കിന് രുദം ദ്രാവയതി ഇത് രുദ്ര, അതാണ് പ്രധാനപ്പെട്ട അർത്ഥം. രുദം എന്ന് പറഞ്ഞാൽ വിലാപം, ദുഃഖം. ദ്രാവയതി എന്ന് വെച്ചാൽ ദ്രവിപ്പിക്കുന്നു. ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നവനാണ് രുദ്രൻ. അല്ലെങ്കിൽ രുദ്രത്തെ ദ്രവിപ്പിക്കുന്ന മന്ത്രമാണ് രുദ്രം. എന്ത് ദുഃഖമാണ്? ദുഃഖത്തെ, സംസാര ദുഃഖം, അതിനെ ലയിപ്പിക്കുന്നതാണ് രുദ്രം. അതാണ് ഈ രുദ്രത്തിന് മറ്റൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം വളരെ പ്രസിദ്ധമായ മന്ത്രമാണ്. അതിന് ശ്രീരുദ്രം എന്ന് പറയും, രുദ്രോപരിഷത്ത് എന്ന് പറയും, രുദ്രപ്രശ്നം എന്ന് പറയും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ശ്രീരുദ്രം എന്നാണ്. നമ ശിവായ ച ശിവതരായ ച എന്നൊരു മന്ത്രം അതിനകത്തുണ്ട്. ആ പഞ്ചാക്ഷരി മന്ത്രം ഈ രുദ്രത്തിലാണ് വരുന്നത്, നമശിവായ മന്ത്രം. ഭഗവാൻ പരമശിവൻ നാരായണനെ സംബന്ധിച്ച് നൽകിയ സ്തുതി, അതാണൊരു പ്രത്യേകത രുദ്രഗീതം. ഈ രുദ്രഗീതം എന്ന് പറയുന്നത് ഭഗവാൻ രുദ്രൻ പ്രചേതസ്സുകൾക്ക് ഉപദേശിക്കുന്ന മന്ത്രമാണ്. ഭഗവാൻ രുദ്രൻ ആരെക്കുറിച്ചാണ്? ശ്രീമൻ നാരായണനെക്കുറിച്ച്. ശിവൻ വിഷ്ണുവിനെ കുറിച്ച് നൽകുന്ന മന്ത്രമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഭാഗവതത്തിൻ്റെ മൗലികമായൊരു വിഷയമാണ്. ഭാഗവതത്തിൽ ശൈവ വൈഷ്ണവ സമന്വയം വളരെ പ്രധാനമാണ്. ശൈവം വേറെ, വൈഷ്ണവം വേറെ. ഒരു കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോലും തയ്യാറായി നിന്ന ഒരു ഭേദബുദ്ധിയുള്ളവരായിരുന്നു ശൈവന്മാരും വൈഷ്ണവന്മാരും. ശിവഭക്തന്മാരെ വൈഷ്ണവർ അടുത്തു കൂട്ടുകയില്ല, വിഷ്ണുഭക്തന്മാരെ ശിവഭക്തന്മാരെ അടുത്തു കൂട്ടുകയില്ല. ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്, അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ശൈവ വൈഷ്ണവ ഇത് പാടില്ല. അതുകൊണ്ടാണ് ശിവൻ വിഷ്ണുവിനെ സംബന്ധിച്ച് ഒരു സ്തുതി പ്രചേതസ്സുകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, ഭാഗവതം ഇതൊരു സമന്വയമാണ്. ഭാഗവതത്തിൽ വേറെയുണ്ട്. ചിലർ പറയും ഭാഗവതം ഭക്തിപ്രധാനമാണ്, ചിലർ പറയും ഭാഗവതം കർമ്മപ്രധാനമാണ്, നിഷ്കാമ കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ചിലർ പറയും ഭാഗവതം ജ്ഞാനഗ്രന്ഥമാണ്. ഇതുപോലെ ജ്ഞാനം ഉപദേശം നൽകുന്ന മറ്റൊരു ഗ്രന്ഥവുമില്ല. ഉദ്ധവരുടെ ഉപദേശം ഉൾപ്പെടെയുള്ള എല്ലാം ജ്ഞാനമാണ്. അതിനകത്ത് ഭക്തിയൊന്നുമില്ല, ജ്ഞാനം മാത്രമേ ഉള്ളൂ. ചിലർ പറയും കർമ്മം മാത്രമേ ഉള്ളൂ. ഒന്നുമല്ല, ഭാഗവതം ഭക്തി ജ്ഞാന കർമ്മങ്ങളുടെ സമന്വയ ഗ്രന്ഥം. ഇത് മൂന്നിനും ഒരേ മൂല്യം നൽകുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. സമന്വയ ഗ്രന്ഥമാണ്, ശൈവ വൈഷ്ണവ സമന്വയമാണ്. പിന്നെയോ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സമന്വയമാണ് ഭാഗവതം. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ കഥയിലേക്ക് വരികയാണ് രുദ്രഗീതം. പൃഥ്വിന് ശേഷം
പൃഥു മോക്ഷം പ്രാപിച്ചല്ലോ, ഭാര്യയും മോക്ഷം പ്രാപിച്ചു. പൃഥു ചക്രവർത്തി മോക്ഷം പ്രാപിച്ച ശേഷം പുത്രൻ വിജിതാശ്വൻ രാജ്യഭാരം ഏറ്റെടുത്തു. വിജിതാശ്വൻ എന്നാ പുത്രൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഹര്യക്ഷൻ, ധൂമ്രകേശൻ, ഭൃഗൻ, ദ്രവിണസ്, ഇങ്ങനെ 4 സഹോദരങ്ങളുണ്ട്. അവർക്ക് കിഴക്ക് ദിക്ക്, തെക്ക് ദിക്ക്, പടിഞ്ഞാറ് ദിക്ക്, വടക്ക് ദിക്ക്, ഇങ്ങനെ 4 ദിക്കുകളിലാക്കി ഭരണം വീതിച്ചു കൊടുത്തു. വിജിതാശ്വൻ ഒരു ഭാര്യയുടെ പേര് ശിഖണ്ഡിനി. നല്ല പേരാ, ശിഖണ്ഡിനി. ഈ ദമ്പതിമാർക്ക് 3 കുട്ടികളുണ്ടായി. ഇനി ഒരുപാട് പേരുകൾ വരും, രസകരമായ പേരുകൾ. പാവകൻ, പവമാനൻ, ശുചി, 3 കുട്ടികളുണ്ടാവും. ഈ 3 പേരും വലിയൊരു ഭൗതിക ജീവിതം നയിക്കാനൊന്നും അങ്ങോട്ട് മുമ്പോട്ട് പോയില്ല. കാരണം അവർ മുൻ ജന്മങ്ങളിൽ 3 പേരും നല്ല സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ആ വാസന, പൂർവ്വവാസന ഉള്ളതുകൊണ്ട് അവർ വലിയ താമസമില്ലാതെ മോക്ഷം പ്രാപിച്ചു. അപ്പോഴോ വിജിതാശ്വന് മറ്റൊരു ഭാര്യ ഉണ്ടായി. ആ ഭാര്യയുടെ പേരാണ് നഭസ്വതി. ആ നഭസ്വതി വിജിതാശ്വൻ ദമ്പതിമാർക്ക് ഒരു കുട്ടിയേ ഉണ്ടായുള്ളൂ. ആ കുട്ടിയുടെ പേരാണ് ഹവിർധാനൻ. മറന്നു പോകരുത്, ഹവിർധാനൻ. ഹവിർധാനൻ്റെ പത്നി ഹവിർധാനി. നോക്കണം, പേര് വന്നിരിക്കുന്നത് ഹവിർധാനൻ, ഹവിർധാനി. അവർക്ക് 6 മക്കളുണ്ടായി ആ ദമ്പതിമാർക്ക്. ബർഹിഷ്യത്ത്, ഗയൻ, ശുക്ലൻ, കൃഷ്ണൻ, സത്യൻ, ജിതവ്രതൻ, ഇങ്ങനെ 6 മക്കളുണ്ടായി. അതിൽ ബർഹിഷ്യത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ബർഹിഷ്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. വളരെ പ്രത്യേകത ഉള്ള ആളാണ്. 1, അദ്ദേഹം മഹാഭക്തനാണ്. 2, അദ്ദേഹം നല്ല പ്രജാപരിപാലനാണ്, നല്ല ചക്രവർത്തിയാണ്. 3, യാഗം, പ്രാണായാമം, ഇതിലൊക്കെ നൈപുണ്യം നേടിയവനാണ്. 4, ഈ ഭൂമി മുഴുവൻ അദ്ദേഹം ദർഭ വിരിച്ച് യാഗം നടത്തി. ഭൂമി മുഴുവൻ ഏതൊക്കെ വാർഡുണ്ടോ, ഏതൊക്കെ ജില്ലയുണ്ടോ, ഏതൊക്കെ സംസ്ഥാനമുണ്ടോ, ഏതൊക്കെ രാജ്യമുണ്ടോ, എല്ലാ സ്ഥലത്തും അദ്ദേഹം എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം ദർഭ വിരിച്ച് യാഗങ്ങൾ നടത്താൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്, ഈ ബർഹിഷ്യത്തിന് വേറൊരു പേര് കൊടുത്തു, പ്രാചീന ബർഹിസ് എന്നൊരു പേരും കൂടെ കൊടുത്തു. ഈ പ്രാചീന ബർഹിസിൻ്റെ അച്ഛൻ ഹവിർധാനൻ കുറേ നാൾ ജീവിച്ചിരുന്ന ശേഷം അദ്ദേഹം വലിയ ഭക്തനായതുകൊണ്ട് അദ്ദേഹവും മോക്ഷം പ്രാപിച്ചു. അപ്പോൾ പ്രാചീന എന്ന ബർഹിസിനോട് അദ്ദേഹം വിവാഹം ചെയ്ത് ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രാചീന ബർഹിസ് ശതദ്രുതി എന്ന് പറഞ്ഞൊരു സ്ത്രീ വിവാഹം ചെയ്തു. ശതദ്രുതി, ഇത്ര സുന്ദരിയായ ഒരു സ്ത്രീ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെന്നാണ്. ഏത് പുരുഷനും ഈ സ്ത്രീയെ കണ്ടാൽ നോക്കിപ്പോകുന്നതാണ്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. പ്രാചീന ബർഹിസും ശതദ്രുതിയും തമ്മിൽ നടന്ന വിവാഹ ചടങ്ങ് നടത്താൻ വന്ന ആ പൂജാരി ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആരെയാ? ശതദ്രുതിയെ. ഇവിടെ പൂജ നോക്കണം. ആ പൗരോഹിത്യം ഉപേക്ഷിച്ച് അദ്ദേഹം ഈ ശതദ്രുതിയെ നോക്കിക്കൊണ്ടിരിക്കുക. അത്ര സുന്ദരിയായിരുന്നു ശതദ്രുതി. ഈ പ്രാചീന ബർഹിസ് ശതദ്രുതി ദമ്പതിമാർക്ക് 10 പുത്രന്മാരുണ്ടായി ഒരേ സമയം. ആ 10 പുത്രന്മാർക്ക് പ്രചേതസ്സുകൾ എന്ന് പേര് നൽകി. പ്രചേതസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രകർഷേണയുള്ള ചേതസ്സിൻ്റെ ഉടമയാണ് പ്രചേതസ്, അല്ലെങ്കിൽ പ്രകൃഷ്ടമായ ചേതസ്സിൻ്റെ ഉടമയാണ് പ്രചേതസ്. ഇപ്പം പ്രാചീന ബർഹിസ് അച്ഛൻ പ്രചേതസ്സുകളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളെല്ലാവരും കൂടി വിവാഹമൊക്കെ ചെയ്തു, നിങ്ങൾ സന്താനവർദ്ധനവിന് വേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പം അവർ പിതൃവാക്യം പരിപാലിക്കണമല്ലോ, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അവർ ഇത്രത്തോളം സന്താനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തപസ്സനുഷ്ഠിക്കാം എന്ന് പറഞ്ഞ് അവർ തപസ്സനുഷ്ഠിക്കാനായി പോയി. അതിനായി അവർ പടിഞ്ഞാറ് ദിക്കിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ വലിയൊരു തടാകം കണ്ടു. വലിയ എന്ന് പറഞ്ഞാൽ 3 അക്ഷരമല്ല, സമുദ്രത്തിൻ്റെ അത്രയുണ്ടോ അത്ര വലിയൊരു തടാകം. തടാകത്തിനകത്തോട് ഇങ്ങനെ നടന്നു ചെന്നപ്പോൾ നല്ല സുന്ദരമായ ഒരു സംഗീത ആലാപനം അവർ കേട്ടു. നല്ല സംഗീത സദസ്സ് പോലിരിക്കുക അത് കേട്ടവർ. അതവർ സശബ്ദം ഇങ്ങനെ ശ്രവിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും തടാകത്തിൻ്റെ മുകളിലേക്ക് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ കയറി വരുന്നതായി അവർ കണ്ടു. അവിടെയാണ് പരമേശ്വരൻ കയറി വരുന്നത്.
അപ്പോൾ പരമേശ്വരൻ കയറി വന്നു കഴിഞ്ഞു. തകേമനിയാ നികായാപം ശിതികണ്ഠം ത്രിലോചനം പ്രസാദ സുമുഖം വീഷ പ്രണയമൂർജാത കൗതുക. എങ്ങനുണ്ട് കയറി വരുന്ന ആ മഹാദേവൻ ശിവൻ? തപ്തഹേമനിയാകും, ഉരുക്കിയ സ്വർണത്തിൻ്റെ നിറമാണ് അദ്ദേഹത്തിന്. ഉരുക്കിയ സ്വർണം, സാധാരണ മോതിരവും മാലയൊന്നും അല്ലേ, ഉരുക്കിയ സ്വർണത്തിൻ്റെ നിറം. ശിതികണ്ഠം, നീല നിറത്തോടുകൂടെ കഴുത്ത്. ത്രിലോചനം, 3 കണ്ണുകൾ. വീക്ഷ, അത് കണ്ടിട്ട് ഊർജ കൗതുക, സന്തോഷത്തോടെ പ്രണയമവും പ്രജേതസ്സുകൾ പ്രണമിച്ചു. അപ്പോൾ പരമശിവൻ പറഞ്ഞു, വിയം വേദിഷതപുത്ര വിജിതം വിശികീർഷിതം അനുഗ്രഹായ ഭദ്രം വാ ഏവം മേ ദർശനം കൃതം. നിങ്ങൾ ബർഹിഷ്യത്തിലെ പുത്രന്മാരാണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ ഇച്ഛ ഇന്നതാണെന്നും എനിക്കറിയാം. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ ഞാൻ ദർശനം നൽകുന്നു. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ ഇച്ഛയും എനിക്കറിയാം. ഇതാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പറയും, യപരം ബ്രഹ്മസ സാക്ഷാൽ ത്രിഗുണാത് ജീവസംജിതാത് ഭഗവന്തം വാസുദേവം പ്രപന്നസ പ്രിയോഹിമേ. യാതൊരുവൻ ഭഗവാൻ വാസുദേവനെ ഫലേച്ഛ കൂടാതെ ശരണം പ്രാപിക്കുന്നു, അവർ എനിക്ക് പ്രിയരാകുന്നു, അവരെനിക്ക് പ്രിയരാണ്. നിങ്ങൾ ഉന്നതന്മാരാകയാൽ നിങ്ങൾക്ക് ഉപദേശം നൽകാൻ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി അതിശ്രേഷ്ഠമായ ഒരു മന്ത്രത്തെ ഞാൻ ഉപദേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രുദ്രഗീതം ആരംഭിക്കുന്നത്. അത് ആദ്യത്തെ മന്ത്രം തുടങ്ങുകയാണ്. മന്ത്രം പ്രഥമ പ്രാർത്ഥന. ജിതം താത്മവിധുര്യ സ്വസ്ഥയേ സ്വസ്ഥിരസ്തുമേ ഭവതാ രാധസാരാധം സർവസ്മാ ആത്മനേ നമ. ഉത്കൃഷ്ടരായ ആത്മജ്ഞാനികളുടെ ആനന്ദത്തിനായി അവിടുന്ന് വിഷ്ണു ഭഗവാൻ വർത്തിക്കുന്നു. ആരാ? പരമശിവനാ പറയുന്നത്. അവൻ അവിടുന്ന് വർത്തിക്കുന്നു. എനിക്കും ആനന്ദം വേഗണേ, സർവസ്വരൂപരായ അവിടുത്തേക്ക് നമസ്കാരം എന്ന് ഉള്ള മന്ത്രമാണ് ആദ്യം ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പം നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും ആനന്ദം വേണേ, നൽകണേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് പ്രഥമ മന്ത്രത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചതുർവ്യൂഹങ്ങൾക്ക് പ്രത്യേകമായ പ്രാർത്ഥന അർപ്പിക്കുന്നുണ്ട്. നമ പങ്കജനാഭായ ഭൂതസൂഷേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സരോജിഷേ. വാസുദേവനായിക്കൊണ്ട് നമസ്കാരം. സംഘർഷനായ സൂക്ഷ്മായ ദുരന്തായ അന്ധകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ. സംഘർഷണമൂർത്തിക്കും പ്രദ്യുമ്നമൂർത്തിക്കും നമസ്കാരം. നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനെ നമ പരമഹംസായ പൂർണ്ണായ നിവൃതാത്മനെ. അനിരുദ്ധനായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണത്? ചതുർവ്യൂഹങ്ങളായ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, 4 പേർക്കും പ്രത്യേകം നമസ്കാരം. വാസുദേവൻ ആരാ? വാസുദേവൻ പരമഹംസൻ, പരമാത്മാവാണ്. സംഘർഷണമൂർത്തി ആരാണ്? സംഘർഷണമൂർത്തിയെ നമുക്ക് സംഹാരമൂർത്തിയായിട്ട് കാണാം. പ്രദ്യുമ്നനെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ദേവതയായി കാണാം. അനിരുദ്ധനെ ഇന്ദ്രിയ നിയന്താവായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഈ ചതുർവ്യൂഹ സിദ്ധാന്തത്തെ ആ നിലയിലും നമുക്ക് പല വ്യാഖ്യാനങ്ങളുള്ളത്. ഇങ്ങനെയും വ്യാഖ്യാനം. അത് കഴിഞ്ഞ് നമോ ധർമായ ബൃഹതേ കൃഷ്ണായ. അടുത്ത ശ്ലോകമാണ് ശ്രീരുദ്രൻ പറഞ്ഞു കൊടുക്കുന്ന പ്രജേതസ്സുകൾക്ക്. നമോ ധർമായ ബൃഹതേ കൃഷ്ണായ ഗുണ്ഠമേധസേ പുരുഷായ പുരാണായ സാംഖ്യയോഗേശ്വരായ ച. 4 കാര്യങ്ങളാണ് പറയുന്നത്. ബൃഹത് ധർമ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. നമോ ധർമായ ബൃഹതേ. എന്തുവായി ബൃഹത് ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ? ബൃഹത് ധർമ്മം ധാർമ്മിക ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബൃഹത് ധർമ്മം എന്ന് പറഞ്ഞാൽ ധൃതിക്ഷമോദമോ അസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹ ധീ വിദ്യ സത്യം അക്രോധോ ദശകം ധർമ്മലക്ഷണം. 10 ലക്ഷണം ഉണ്ടെന്നാണ് ധർമ്മത്തിന്. ധൃതി എന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടറിനൊരു ഡിറ്റർമിനേഷൻ വേണം, അതാണ്. ക്ഷമ വേണം, ദമം വേണം, ഇന്ദ്രിയദമം വേണം. അസ്തേയം, മോഷ്ടിക്കരുത്, അസ്തേയം വേണം. ശൗചം വേണം, വെറുതെ ശരീരം ശുദ്ധമാക്കാൻ കുളിച്ചാൽ പോരാ, ആത്മശുദ്ധി, മനോശുദ്ധി അത് വേണം. ശൗചം, ഇന്ദ്രിയ നിഗ്രഹം വേണം. പിന്നെ ധീ, വിദ്യ, ഇതെല്ലാം വേണം. ഇങ്ങനെയുള്ള 10 ലക്ഷണങ്ങളാണ്. അപ്പോൾ നമോ ധർമായ ബൃഹതേ, ആ ബൃഹത് ധർമ്മം വേണം. കൃഷ്ണായ അഗുണ്ഠമേധസേ
കുണ്ഠിതമില്ലാത്ത ജ്ഞാനശക്തിയോടുകൂടിയ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം, ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം രണ്ടാമത് പറയുന്നു. മൂന്നാമത് പുരാണ പുരുഷനായിക്കൊണ്ട് നമസ്കാരം. നാലാമത് ശാങ്കയോഗേശ്വരനായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെ 4 വിശേഷണങ്ങളാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് ശക്തിത്രയ സമേതായ മീഡുഷി അഹങ്കൃതാത്മനെ ചേത ആകൂതിരൂപായ നമോ വാചോ വിഭൂതയെ. ശക്തിത്രയ സമേതായ, ഭഗവാന് ശക്തിത്രയങ്ങളുണ്ട്. എന്തോ ശക്തിത്രയം എന്ന് പറഞ്ഞാൽ? ശക്തിത്രയ സമേതായ, ശക്തിത്രയം ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്നാണ് ലളിതാ സഹസ്രനാമം പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അങ്ങനെയും പറയാം. വൈകാരികം, തൈജസം, താമസം, അങ്ങനെയും പറയാം. സത്വരജസ്തമോ ഗുണങ്ങൾ, അതിനെയും ശക്തിയായി പറയാം. പക്ഷെ ഇവിടെ ഏറ്റവും യോജിക്കുന്നത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. എന്തുവാ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ? എനിക്കൊരു വീട് വേണം. വീട് വേണമെങ്കിൽ എന്ത് വേണം? ആദ്യം വീട് വേണമെന്നൊരു ഇച്ഛ വേണം, ഇച്ഛാശക്തി. എനിക്ക് വീട് കിട്ടിയേ മതിയാവൂ, ഇച്ഛ. അത് കഴിഞ്ഞ് ജ്ഞാനം വേണം. വീടുണ്ടാക്കണമെങ്കിൽ എങ്ങനെയാണ് വീട് നിലനിൽക്കുന്നത്, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എങ്ങനെ വേണം, കാർ പാർക്കിംഗ് വേണോ, അടുക്കള എങ്ങനെ ഇരിക്കണം, അതെങ്ങനെ ഇരിക്കണം, ഇതെങ്ങനെ ഇരിക്കണം, എത്ര സ്ക്വയർ, ഇത് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഇത് വരയ്ക്കാൻ അറിയാവുന്ന ആളുകളെ കൊണ്ട് ഇത് വരപ്പിച്ചെടുക്കണം. ജ്ഞാനശക്തി. ക്രിയാശക്തി, ഈ കെട്ടിടം കെട്ടിപ്പൊക്കണം. നമുക്കറിഞ്ഞുകൂടെങ്കിൽ കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് അത് കെട്ടിപ്പൊക്കണം. അപ്പോൾ ഇച്ഛാശക്തി വേണം, ജ്ഞാനശക്തി വേണം, ക്രിയാശക്തി വേണം. ഇത് 3 വരുമ്പോൾ കെട്ടിടമാവും. ശരിയായി എന്ന് പറഞ്ഞ പോലെ. മറ്റൊരർത്ഥമുണ്ട്, അത് നമ്മളെ സംബന്ധിച്ച അർത്ഥമാണ്. നമ്മളെപ്പൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു ഈ സെക്കൻഡിൽ. മരിച്ചു പോയാൽ ഡോക്ടർ സർട്ടിഫൈ ചെയ്യണമല്ലോ, ക്ലിനിക്കലി ഡെഡ്. വേദാന്തം പറയുന്ന വേറെ രീതിയിലാണ്. ക്ലിനിക്കലി ഡെഡ് എന്ന് പറയണമെങ്കിൽ ഇത് 3 ഇല്ലാതാവണം. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും 3 ആബ്സെൻ്റ് ആവുന്ന ആൾ മാത്രമേ മരിച്ചു എന്ന് പറയാൻ പറ്റൂ, സർട്ടിഫൈ ചെയ്യാൻ പറ്റൂ. ഉദാഹരണം പറയാം. ഒരാളെ കോമാ രോഗം പഠിച്ചിങ്ങനെ കിടക്കുക, മരിച്ചിട്ടില്ല, ശരീരം അനങ്ങുന്നില്ല, ഇങ്ങനെ കിടക്കുക. വർഷമായി, 2 വർഷമായി, 3 വർഷമായി, ഇങ്ങനെ കിടക്കുക. ആഹാരം മൂക്കിക്കൂടെ കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, ഹൃദയസ്പന്ദനമുണ്ട്, എല്ലാം ഉണ്ട്, ഇങ്ങനെ കിടക്കുക. ആ വ്യക്തിക്ക് ഇച്ഛാശക്തി ഉണ്ടാകാം, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ജ്ഞാനശക്തിയില്ല, ഓർമ്മയില്ല, ക്രിയാശക്തിയില്ല, കയ്യും കാലും ചലിക്കുന്നില്ല, അദ്ദേഹം മരിച്ചെന്ന് പറയാൻ പറ്റുമോ? സർട്ടിഫൈ ചെയ്യാൻ ഒക്കത്തില്ല. ഇനി മറ്റൊരു രോഗി, മാനസിക രോഗി. നിങ്ങൾ മാനസിക രോഗ ആശുപത്രിയിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. നല്ല ശക്തിയുള്ളവരവിടെ ഉണ്ട്, ക്രിയാശക്തി, ആരെ വേണേ ഇടിക്കാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് ഇച്ഛയൊന്നുമില്ല, എനിക്ക് ഇന്നത് കിട്ടിയേ മതിയാവും. ജ്ഞാനശക്തി, ഓർമ്മയും ഇല്ല. പക്ഷെ ഒരു ശക്തിയുണ്ട്, ക്രിയാശക്തി. അവർ മരിച്ചത് സർട്ടിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനി വേറൊരു കൂട്ടം രോഗികളുണ്ട്, ഈ വാതരോഗം, റൊമാറ്റിക് പേഷ്യൻ്റ് കിടക്കുക, പക്ഷാഘാതം വന്നിങ്ങനെ കിടക്കുക. അവരെ സംബന്ധിച്ചോ, അവർക്ക് നല്ല ഓർമ്മയുണ്ട്, പണ്ട് നടന്ന കാര്യങ്ങളും സ്കൂളിൽ പഠിച്ച കാര്യം മുതലുള്ള ഓർമ്മ. പക്ഷെ ശരീരം ചലിക്കുന്നില്ല, അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇച്ഛയുമില്ല, ജ്ഞാനവുമില്ല. ജ്ഞാനമുണ്ട്, ക്രിയയുമില്ല, ശരീരം അനങ്ങുന്നില്ല. അവർ മരിച്ചെന്ന് സർട്ടിഫൈ ചെയ്യാൻ പറ്റുമോ? സാധ്യമല്ല. അപ്പം ഇത്തരം രോഗികളൊക്കെ ഉള്ളവരെ നമ്മൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ മരിച്ചു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുമോ? ഇല്ല, നമ്മളും സർട്ടിഫൈ ചെയ്യില്ല. അതാണ് ഇച്ഛാശക്തി, ഇതിൻ്റെ എല്ലാം സ്വരൂപമാണ് ഭഗവാൻ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ശക്തിത്രയ സമേതായ മീഡുഷേ അഹങ്കൃതാത്മനെ. മീഡുഷേ എന്ന് പറഞ്ഞാൽ സ്തുത്യനാണ്, സ്തുതിക്കപ്പെടുന്നതാണ്. അഹങ്കൃതാത്മനെ, അഹങ്കാര സ്വരൂപനാണ്. ചേത ആകൂതിരൂപായ, ജ്ഞാനക്രിയാസ്വരൂപനാണ്. വാചോ വിഭൂതയെ, വാക്കിൻ്റെ വിഭൂതിയായിരിക്കുന്നതാണ്. ഇങ്ങനെ 5 വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകം സ്നിഗ്ധഭ്രാവിഘനശ്യാമം സർവസൗന്ദര്യസംഗ്രഹം ചാർവായുധ ചതുർഭാഗം സുജാതാരുചിരാനനം. സ്നിഗ്ധഭ്രാവിഘനശ്യാം, വർഷകാല മേഘത്തിൻ്റെ ശ്യാമള നിറത്തോടു കൂടിയവനും സർവ്വസൗന്ദര്യങ്ങളുള്ളവനും. ചാരു ആയച ചതുർഭാഗം, സുന്ദരവും നീണ്ടതുമായ 4 കൈകളോട് കൂടിയവനും. സുജാത രുചിരാനനം,
സ്വാമി വൃത്തരൂപത്തിലുള്ള മനോഹര രൂപത്തോടു കൂടിയതുമായിക്കൊണ്ട് നമസ്കാരം. ശ്രദ്ധ പ്രാവിഡ്ഘലശ്യാമം, വർഷകാല മേഘത്തിൻ്റെ ശ്യാമള മേഘത്തിൻ്റെ നിറത്തോടു കൂടിയവനാണ്. നമ്മൾ ഭജനയൊക്കെ പാടാറുണ്ട്. ശ്യാമള നിറവാണ് ഭഗവാന്. നീലമേഘ ശ്യാമള രൂപ സായി ഗാനലോല ഗോകുലപാല എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. നീലമേഘ ശ്യാമള നിറമാണ്. അങ്ങനെയുള്ള ഭഗവാനായിക്കോട്ടെ നമസ്കാരം. അടുത്തത് പറയും പത്മകോശബലാശാഷം സുന്ദരഭ്രൂസുനാസികം സുദ്വിജം സുഖപോലാസ്യം സവകർണ വിഭൂഷണം. പത്മകോശബലാശാഷം, താമര ദളം പോലുള്ള നേത്രങ്ങളും സുന്ദരമായ പുരികങ്ങളും സുന്ദരമായ ദന്തങ്ങളും സുന്ദരമായ കവിൾത്തറ എന്ന് വേണ്ട ഭഗവാന്റെ ആ വർണ്ണനകൾ സമാകൃതമായിരിക്കുന്ന കർണങ്ങളോടുകൂടിയോ നമ്മളുള്ള ഭഗവാനായിക്കോട്ടെ നമസ്കാരം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ട് അവന്. ശാന്തനും സ്വപ്രകാശനും എന്ന് പറയുന്നുണ്ട്. പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ ഇവയുടെ ഭാവമായ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയുന്നു. അടുത്തത് ഏതദ് രൂപാനുധ്യേയം ആത്മശുദ്ധി അവീപ്സതാം യത് ഭക്തിയോഗോ അഭേദ സ്വധർമ്മം അനുധിഷ്ഠതാം. ആത്മശുദ്ധി അനുഗ്രഹിക്കുന്നവർ ഈ രൂപം നിരന്തരം പ്രധാനമാണ്, നിരന്തരം ധ്യാനിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ഭക്തിയോഗം അഭയത്തെ നൽകുന്നു. എന്താ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ? ഭക്തിയോഗം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭക്തിയോഗം എന്താ? ഭക്തിയോഗം നാരദ ഭക്തി സൂത്രത്തിൽ എന്താ പറയുന്നത്? നാരദ ഭക്തി സൂത്രത്തിൽ സാ തസ്മിൻ പരമപ്രേമരൂപ, അത് എൻ്റെ ഉള്ളിൽ പരമപ്രേമരൂപത്തിൽ നിലനിൽക്കുന്നു. അതാണ് ഭക്തിയെക്കുറിച്ച് പറയുന്നത് നാരദ ഭക്തി സൂത്രത്തിൽ. എന്നാലോ ശങ്കരാചാര്യർ മറ്റൊന്നാ പറയുന്നത്, സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി, സ്വന്തം സ്വരൂപത്തെ അന്വേഷിച്ചു പോകലാണ് ഭക്തി എന്ന് പറയുന്നത്. എന്നാലോ ഇത് രണ്ടുമല്ല ഭാഗവതം പറയുന്നത്. നമ്മളുടെ ഉള്ളിലും മറ്റു ജീവജാലങ്ങളുടെ ഉള്ളിലും ഭഗവാന്റെ ഉള്ളിലും വസിക്കുന്നത് ഒരേ ആത്മാവ് തന്നെ ആണ് എന്നുള്ളതാണ് ഭക്തി എന്ന് ഭാഗവതം പറയുന്നു. ഭഗവാൻ സത്യസായി ബാബ പറയുന്നു, മൃഗീയത്വത്തിൽ നിന്നും മാനുഷികത്വത്തിലേക്ക്, മാനുഷികത്വത്തിൽ നിന്നും ദൈവികത്വത്തിലേക്കുമുള്ള പ്രയാണമാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം പ്രത്യേകമാണോ ഭക്തി എന്ന് പറഞ്ഞാൽ? അല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ അനന്യഭക്തിയാണ്, അനന്യമായ ഒരു ഭക്തിയാണ് വേണ്ടുന്നത്. ആത്മശുദ്ധിയെ ആഗ്രഹിക്കുന്നവർ ഈ രൂപം ധ്യാനിക്കേണ്ടതാണ്. എന്തെന്നാൽ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ഭക്തിയോഗം അഭയത്തെ നൽകുന്നു. അടുത്തത് ക്ഷണാധാന വിതുലയെ ന സ്വർഗം ന പുനർഭവം ഭഗവത് സംഘിസംഘസ്യ മർത്യാനാം കിമിതാശ്രിത ഭഗവത് സംഘിസംഘസ്യ. ഭഗവത് സംഘമുള്ള ഭക്തം അത് നമുക്ക് ആവശ്യമാണ്. ക്ഷണാർത്ഥേ, ക്ഷണനേരമെങ്കിലും വേണം. ഇത് സിദ്ധിക്കുന്നതായാൽ സ്വർഗത്തെയോ മോക്ഷത്തെയോ പോലും ഞാൻ അതിന് തുല്യമായി കാണുന്നില്ല. ഭക്തജനങ്ങളുടെ സംഘം അതല്ലേ ഇപ്പം ഇവിടെ നടക്കുന്നത്. ഭാഗവത സത്രം എന്താ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഭാഗവത സത്രം എല്ലാ വർഷവും നടന്ന സത്രം ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്. ഭഗവത് സംഘിസംഘസ്യ മർത്യാനാം കിമുദാശിഷ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവത് സംഘിസംഘസ്യ, അങ്ങനെയുള്ള സംഘം കൊണ്ട് എന്നുണ്ടാവും. അതൊക്കെ ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ പറയേണ്ട. നിസ്സംഗത്വം, നിർമോഹത്വം, നിശ്ചലതത്വം, ജീവൻ മുക്തി, ഇതിനെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അടുത്തത് ക്രിയാകലാപേരിത ഇതമേവ യോഗിന ശ്രദ്ധാനിതാ സാധു യജന്തി സിദ്ധേ ഉദേന്ദ്രിയന്തക്കരുണോപനിഷദം വേദേശതന്ത്രേജേവ കോവിത. അതിൻ്റെ വ്യാഖ്യാനമുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ഒരു പേജുണ്ട്, നിർത്തി. ഇനി അടുത്തത് ഫലശ്രുതിയാണ്. കേവലം 3 ശ്ലോകം മാത്രമേ ഉള്ളൂ, 3 മിനിറ്റ് മതി. ഇതം ശ്രദ്ധയായുക്ത മദ്ഭീതം ഭഗവത്സ്തവം അധീയാനോ ദുരാരാധ്യം ഹരിം ആരാധയത്യസു. എൻ്റെ ഗീതം, എന്നാൽ ചൊല്ലപ്പെട്ട എൻ്റേതായ ഈ സ്തോത്രത്തെ പഠിക്കുന്നവൻ, ശ്രദ്ധയോടെ പഠിക്കുന്നവൻ ആരാധിപ്പാൻ പ്രയാസമാറിയ ശ്രീഹരിയെ പൂജിക്കുന്നു. പിന്നത് വിന്ദതേ പുരുഷോ അമുഷ്മാത് യദ്യത് ഇച്ഛത്യസത്വരം മദ്ഗീതാത് സുപ്രീതോ ശ്രേയസ്കാമോ കാമേഘവല്ലഭ. എന്നാൽ സ്തുതിക്കപ്പെട്ട ഈ സ്തോത്രത്തിലൂടെ ഏറ്റവും സന്തുഷ്ടമായ ഈ ഭഗവാനിൽ നിന്നും യത് ഇച്ഛതി, നമ്മൾ എന്താണോ ഇച്ഛിച്ചത് അത് നമുക്ക് ലഭ്യമാകും എന്ന് പറയുന്നു. അടുത്തത് ഇതം കല്യ ഉദ്ധായ പ്രാഞ്ജലി ശ്രദ്ധയാനുദ്ര ശ്രുതിയാ ശ്രാവ്യന്മർത്യ മുച്ഛതയെ കർമ്മബന്ധിരാൻ. അതിരാവിലെ ഉണർന്നേറ്റ് എങ്ങനെ വേണമെന്നാ ശ്രദ്ധയോടെ ഈ സ്തോത്രത്തെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ
ചെയ്യുന്നുവോ ആ മനുഷ്യൻ കർമ്മബന്ധത്തിൽ മുക്തരാകുന്നു. അവസാനത്തെ ശ്ലോകം: ഗീതം മയേദം നരദേവനന്ദന പരസ്യപും സ പരമാത്മനസ്തവം ജപന്ത ഏകാഗ്രധിയസ്തവോ മഹത് ശരംദ്വമന്ധേ തത് ആപ്സതേഷ്ഠിതം. ഹേ രാജപുത്രന്മാരെ, അവരെ അഭിസംബോധിക്കുക, രാജപുത്രന്മാരെ, എന്നാൽ ചൊല്ലപ്പെട്ട ഈ സ്തോത്രത്തെ, പരമപുരുഷന്റെ ഈ സ്തോത്രത്തെ ഏകാഗ്രബുദ്ധിയോടുകൂടി ജപിക്കുന്നതിനായി മഹത്തപസ് അനുഷ്ഠിക്കും, ഒടുവിൽ അതിലൂടെ അഭീഷ്ടം ലഭ്യമാകും എന്നും ഉള്ള ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് ഈ രുദ്രഗീതം സമാപിക്കുന്നത്. വന്ന ഈ ഉപാഖ്യാനത്തെക്കുറിച്ച് ഏതാനും എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽപ്പെട്ടിടത്തോളം ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരം തന്നതിന് ഞാൻ അവരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുന്നു. ജയ് സായിറാം. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സായീശ്വരായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശാന്തി ശാന്തി.